കൊറേ നേരം ആയാലും അടിച്ച് പതപ്പിക്കുന്നു. മുട്ടോട്ട് തുണി നനയ്ക്കാൻ പോണ നീ? പതതാ പൊങ്ങി. അടുക്കളയെ വല്ലപ്പോഴേക്ക് കയറിയില്ല കാര്യങ്ങൾ അറിയാളൂ. മുട്ടേ നല്ലോണം പതപ്പിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആവും. അതേ കഥാ നടക്കുന്നു. എന്ത് രാവിലെ ഇവിടെയൊന്നും അല്ലേ? എന്ത്? ഒന്നുമില്ല. പറ, എന്തോ ഉണ്ട്. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലടി. പറയടി. ഓരോരോ വിഷമങ്ങൾ. എന്തോന്ന് വിഷമിക്കാൻ? ഇതെന്തിനാ എന്റെ അടുത്ത് അറിയാൻ പറഞ്ഞ? മുട്ട മാത്രം പൊരിച്ചാ പോരല്ലോ, വേറെ കറി ഉണ്ടാക്കണ്ടേ? നീ ഇരുന്നാരി. ഇവിടെ അല്ല, നീ പറ, എന്ത് പ്രശ്നം പറ. എടി, ഈ വീട്ടിൽ വന്നതിന് ശേഷമേ പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടില്ല. ഓരോന്നോരോന്നായിട്ട് വന്നോണ്ടേയിരിക്കുന്നു. എന്തോന്നാണ് ഇപ്പോഴത്തെ പ്രശ്നം? നീ ആരോടും പറയല്ലേ. ആരോടും പറയൂല, രഹസ്യമാണ്. ഇവിടെ ആരുമില്ലല്ലോ. നിന്റെ അണ്ണ അറിയാലോ, ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ. പിന്നെ എന്തിന് ശബ്ദം താഴ്ത്തി സംസാരിക്കും? അത് ശരിയാണ്. എടി, കാര്യം എന്തോന്നറിയോ? അപ്പുറത്തെ ചന്ദ്രൻപിള്ള ഉണ്ടല്ലോ, SI പോലീസ്, അങ്ങേരെ ഭാര്യയും കൂടി നാളേക്കൊരു ദിവസം വന്നു. എനിക്കറിയാലോ പഴയ പ്രശ്നങ്ങളൊക്കെ. ഇപ്പൊ വലിയ ലോഹ്യത്തിൽ മറ്റേ പുറത്തുചക്കയൊക്കെ കൊണ്ടുവന്നിട്ടേ ഭയങ്കര കരച്ചില്. 50,000 രൂപ ഇപ്പൊ വേണമെന്നു. കൊടുത്താ പൈസ ഇല്ലായിരുന്നു. അതിന് പകരം പണയം വെക്കാനായിട്ട് 3-3.5 പവന്റെ മാല എടുത്തു കൊടുത്തു. ശിവനെ, അപ്പച്ചിയുടെ പിള്ളയുടെ കല്യാണത്തിനെ ഞാൻ നിന്റെ കാശുമാല വെച്ചപ്പോ നീ എന്തോന്ന് പറഞ്ഞ? ഇല്ലാന്നു. നിനക്ക് അത് തന്നെ വേണം. തിരിച്ച് കിട്ടൂലടി. അന്ന് എന്റെ കയ്യിലില്ലായിരുന്നു. ലോക്കറിലായിരുന്നു മാല. അതുകൊണ്ടല്ലേ തരാട്ടെ. അത് പോട്ടെ, മാലയുടെ കാര്യം വീട്. ഇപ്പൊ എന്റെ ഈ മാല കയ്യിൽ നിന്ന് പോയി. ഒരാഴ്ചക്കുള്ള 10 ദിവസത്തിനുള്ളിൽ എടുത്തരാന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞ് ഇപ്പൊ ഉണ്ടല്ലോ, കണ്ടു കഴിഞ്ഞാൽ കണ്ട ഭാവം നടിക്കൂല. ഒരുമാതിരി മുഖം വെട്ടിച്ച് വീണ്ടും നടന്നു തുടങ്ങി. അണ്ണ അറിഞ്ഞ? നിന്റെ അണ്ണൻ തന്നെ എടുത്ത് മാല കൊടുക്കാൻ പറഞ്ഞു എന്റെ അടുത്ത്. ആ പിശുക്കനാ? ഇടി, പിശുക്കൊക്കെ നമ്മുടെ അടുത്ത്. നാട്ടുകാർ വന്നു എല്ലായിടത്തും ഇട്ടു കൊടുക്കില്ലേ? അപ്പം തന്നെ നാട്ടുപ്രമാണി. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോവാ. എന്തിനാടി? ഞാൻ ചെന്ന് ചോദിച്ചു മേടിച്ചിട്ട് വരാം. ഇടി, അതൊക്കെ വെറും തറകളാണ്. നിനക്ക് പോയി സംസാരിക്കാനൊന്നും പറ്റൂല. ഒരുപാട് സാധനങ്ങള്. ഞാൻ അല്ല, നീ അതിലും വലിയ തറയടി. ഞാൻ പറ, അങ്ങോട്ട് പോയാ മതി, അവിടെ ഉണ്ടാങ്ങ. അയ്യോ, ഒന്നും വേണ്ട, നീ ഒന്നും പറയണ്ട. നമുക്ക് ഡീൽ ചെയ്തെടുക്കാം. നീ സമാധാനം ചെയ്തു. ഈ മുട്ട ഇന്നെങ്ങാനും പൊരിയോ? പച്ച ദോശ. ഇനി നിന്റെ അണ്ണനെ ഒരു ഗ്യാസ് മര്യാദയ്ക്ക് വാങ്ങിച്ചു തരാൻ പറഞ്ഞെന്ന് ഒരിക്കലും ചെയ്യൂല. കീറിയടി. ഞാൻ ചെയ്യാം, നീ പോ. നീ ആയില്ല. അതൊരു കാര്യം ചെയ്യൂ. ഇത് വെന്തിട്ട് ഈ സൈഡ് ഉണങ്ങി വരുമ്പോഴത്തേക്കും തിരിച്ചിട്ടാ മതി. ഞാനേ വാഷിംഗ് മെഷീനിലേ കുറച്ച് പൊടി ഇട്ടിട്ട് വരാം. തിരക്കുത്തരം മുറിപ്പത്തരം. എവിടെ എന്റെ ഫോണ്? ഹലോ മണിക്കുട്ടാണ്ണ, എവിടെയാണ്ണാ? ഇവിടെ വലിയ പ്രശ്നമാണ്. അപ്പുറത്തെ ASI മാല കൊണ്ടുപോയെന്നാ. അവനോട്ട് 2 എണ്ണം കൊടുക്കണം. അവൻ ഇന്ന് കൊണ്ടുവരണം മാല. വരുന്നുണ്ടോ അതോ ഞാൻ പോണോ? വേഗം വാ. ഇവിടെ ആരുമില്ലേ? കഥയൊക്കെ തുറന്നു കിടക്കുന്നല്ലോ. ആരുമില്ലേ ഇവിടെ? ഹലോ, എന്താണ്? നിന്റെ അച്ഛനും അമ്മയും കൂടെ ഇല്ലേ വെച്ച്? എപ്പോഴും വിളിച്ചാലും നീ എന്നെ ഇറങ്ങി വരണേ. എന്ത്? ഞാൻ ഇറങ്ങിയത് എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മ ഇല്ലേ? ഉണ്ട്. ചന്ദനം പോലീസ് മാമ എന്തിനു വന്നേ? ഇല്ല, ഉണ്ടായിരുന്ന. സ്വർണം കൊണ്ടുവന്ന? സ്വർണം ഇപ്പൊ കൊണ്ടുവന്നില്ല. എന്ന് കൊണ്ടുവരുമെന്ന് പറയാനാണ് ഇപ്പൊ വന്നത്. മനസ്സിലായില്ലേ? പറയണം. നിങ്ങളായിരുന്നോ? ഞാനേ കുറച്ച് സ്വർണ്ണം ഇവിടുന്ന് കടം വാങ്ങിച്ചു. അത് കടം വാങ്ങിച്ചെന്ന് നിങ്ങൾ ഈ ആളുടെയൊക്കെ പറഞ്ഞു നടക്കരുത് കേട്ടാ. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നും നടക്കുന്നില്ല. ഇനിയിട്ട് പറയാൻ പോണമില്ല. പറഞ്ഞിട്ട് എന്തോ കാര്യം? അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? ഞങ്ങൾ വാങ്ങിച്ചാൽ കൊടുക്കാത്തവരാ. ഞങ്ങളെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? ഞങ്ങൾ ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ സ്റ്റേഷനിലൊന്നും തിരക്കി അറിയാം. കുളക്കോഴി കുട്ടമ്പിള്ള, അവന് ഞാൻ 5000 രൂപ കൊടുത്തിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല, അവൻ തന്നിട്ടുമില്ല. നമ്മളിങ്ങനെ ചോദിക്കാൻ വേണ്ടി പറക്കി നടക്കണവരൊന്നുമല്ല. എന്റെ അച്ഛനെ കുറച്ച് കാശ് മേടിച്ചിട്ട് അത് വീട്ടിൽ കൊടുക്കൂലെന്ന് പറഞ്ഞത്. അയ്യോ, മുട്ടേനെ വിരിഞ്ഞില്ല. എന്റെ പൊന്നു മോളെ, കടം വാങ്ങിക്കുന്ന കാര്യത്തിൽ കൊച്ചു പിള്ളേർ ഇടപെടാൻ പറ്റൂല. നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൊടുത്തോളാം. കുറെ ദിവസം മണി എന്തോ? അല്ല രവി സാറേ, ഞാൻ കടം വാങ്ങിച്ചല്ലേ സ്വർണം, അത് എപ്പോഴെടുത്തു വരുമെന്ന് പറയാനാണ് ഇപ്പൊ വന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടാ. ചന്ദ്ര സാറേ, നിങ്ങൾ അത് എത്ര രൂപയ്ക്കാണ് പണയം വെച്ചിരിക്കുന്നത്? അത് ഇപ്പം അല്ലേ വേണ്ട, വിട്. നിങ്ങൾ ആ റെസിപ്റ്റ് ഇതാ,
ഞാനത് കുറച്ചായിട്ട് അടച്ചിങ്ങെടുക്കാം. എന്താ വെച്ചാ പറയണേ? അതിന്റെ ആവശ്യമൊന്നുമില്ല. ആരാണ് ഇത് പണയം വെച്ചത് അവരെന്നെ കൊണ്ട് തരട്ടെ. പോയിന്റ്. നിനക്ക് വീട്ടിൽ സ്ഥലമൊന്നുമില്ലേ? എന്തിനു ഇവിടെ വന്നിരിക്കണത്? വലിയൊരു കാര്യം പറയുമ്പോ നീ ഇവിടെ വന്നിരിക്കണ നിന്റെ വീട്ടിൽ പോയി പടി വെച്ചേ. ഞാനെല്ലാം പഠിച്ചെന്ന് പറയും ചെയ്യും, പരീക്ഷ വരുമ്പോ തോക്കുകയും ചെയ്യും. സാറേ, പണയം 1 മാസത്തിനകം ഞാൻ എടുത്തു തന്നിരിക്കും. ASI ചന്ദ്രൻപിള്ളന് പറയണത് 1 മാസത്തിനകം ഞാൻ തന്നിരിക്കും. അതിനു മുമ്പ് പൈസ സ്വർണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കാൻ പറയരുത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെറുതെ വന്നതാണ്. മണിക്കുട്ടി കൂടെ ഉണ്ടായിരുന്നു. നമ്മള് പണ്ടത്തെ പോലെയൊന്നും അല്ല, നമ്മൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. ഇന്നാളെ പുറത്തുചക്കയെ കൊണ്ടൊന്ന് കൊടുത്ത് ഇപ്പൊ ഇനി വീട്ടിൽ 2 മൂന്നാൾ നിൽക്കണം, വേണമെന്ന് ചോദിക്കാൻ വന്നതാണ്. ഞാൻ സ്വർണം കടം വാങ്ങിച്ച കാര്യം ദയവ് ചെയ്ത് ഇല്ല, ശരി. പറയല്ലേ. അവനും ഭാര്യയും വീണ്ടും ഇവിടെ വന്ന് കൂടിയോ? കേറി പറ്റി. ആണോ? ഇടയ്ക്കിടയ്ക്ക് വരും, അല്ലാതെ ഒന്നുമില്ല. അല്ലല്ലേ, അവനെ പൂർത്തീകരിക്കാത്ത ചക്കയുടെ കാര്യം പറഞ്ഞത്. പൂർത്തിച്ചക്ക എന്ന് തിരുവനന്തപുരത്തൊക്കെ പറയും. നമ്മളെ ഈ കൈതച്ചക്കയില്ലേ, പൈനാപ്പിള്, അത് ഒരു ദിവസം വന്നപ്പോ പിള്ളേർക്ക് 2 എണ്ണം കൊണ്ടുവന്നു, അത്ര തന്നെ. എന്താണ്? ഞാനേ ഒരാളുടെ മുമ്പിൽ തോറ്റിട്ടുണ്ട്. അതെവിടെ മുമ്പിലാ? ഈ കടുക് നീ ഒന്ന് പേടിച്ചു പോയാ? മാമ ഒന്നും ചെയ്യില്ല. അവക്ക് മാമനല്ല പേടി, മാമൻ ഇവിടെയാണ് പേടി. എന്തൊക്കെയുണ്ട് കാന്താരി വിശേഷം? അടിപൊളി വിശേഷം. മാമന് സുഖാണോ? സുഖങ്ങള് തന്നെ. പിന്നെ മാമ, ഇവളും പിങ്കിയായിട്ട് ഒന്ന് വഴക്കിട്ട് ഈ ഇടയ്ക്ക്. എന്തു കാര്യം? പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട ഇവര് തമ്മിൽ വഴക്കുണ്ടാകെ. ഈ പിങ്കിക്ക് ഓന്തിന്റെ സ്വഭാവങ്ങൾ മാമ കളറ് മാറും പോലെ സ്വഭാവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ചുമ്മാ ഓന്തിനെ കളിയാക്കല്ലേ. പിന്നെ ഇപ്പൊ നല്ല ബെസ്റ്റ് സ്വഭാവം. ചിരിക്കുമ്പോ കരയുമ്പോ ദേഷ്യപ്പെടും. ഇവളുടെ അമ്മയെ ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞ് ഇവളുടെ സ്വഭാവം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. വീട്ടുകാരെ പറഞ്ഞോണ്ടല്ലോ. വീട്ടുകാരെ പറഞ്ഞോണ്ടല്ലോ. എന്തൊരു മാമ അല്ല എന്ത് ഇപ്പൊ ഒരെണ്ണം വലിച്ചു കയറ്റിയല്ലേ ഉള്ളൂ. മണിക്കുട്ടാന്നാ ചായ. അയ്യടി ചിന്നുവേ, ഞാൻ വരുന്ന വഴിക്ക് ഒരു ചായ കുടിച്ചല്ലോടി. അതെനിക്കറിയാം, പക്ഷെ അണ്ണന് ചായ ഉണ്ടാക്കുമ്പോഴേ എനിക്ക് പ്രത്യേക സന്തോഷം. ചിന്നു, മണിക്കുട്ടാന്നാ, ചിന്നു, മണിക്കുട്ടാന്നാ. ഇതെന്താന്ന് ചിന്നും മണിക്കൂട്ടാണോ ചിന്നും മണിക്കൂട്ടാണോ? മാമന്റെ സ്നേഹം ഒലിച്ചു വരികയാണ്. അപ്പച്ചി, ഞാൻ കാര്യം ചോദിക്കട്ടാ? സത്യം മാത്രമേ പറയാവൂ. സത്യം പറയുള്ളൂ. നീ ചോദി. അപ്പച്ചിക്ക് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? എന്നോ ചോദ്യം. എല്ലാരും ഒരേപോലെ ഇഷ്ടം അങ്ങനെയല്ല, എന്നാലും ആരടുത്തെങ്കിലും ഒരു പൊടിക്ക് ഇഷ്ടം കൂടുതൽ കാണുമല്ലോ. നിന്നെ ഇഷ്ടം, ഇവളെ ഇഷ്ടം, എല്ലാരെയും ഇഷ്ടം. ഇപ്പോഴാണെങ്കിൽ പഴയതുപോലെ ഇവൾക്ക് എന്നോട് സ്നേഹമൊന്നുമില്ല. വാ നന്നായിരിക്കണം, സ്നേഹിക്കാൻ പറ്റിയ ഒരു ചാന. അവളുടെ സംസാരം കേട്ടാ അറിയാം. പക്ഷെ അപ്പച്ചിക്ക് ഈ വീട്ടിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണ്. എന്റെ അപ്പച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെ. ഇഷ്ടമല്ലേ? പിന്നെ ഭയങ്കര ഇഷ്ടം. നേരത്തെ ഒരു ഡയലോഗ് അടിച്ചായിരുന്നില്ലേ, അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ വിചാരിക്കായിരുന്നേ എന്റെ അമ്മേരെ നിന്നെ വിലക്ക് വാങ്ങിയാലാണ്. ലവിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്കൊരു കാര്യം പറയാൻ വന്നു. പറയട്ടെ? തോലയ്ക്ക് ഒന്നും അങ്ങോട്ട്. അപ്പച്ചിക്ക് മാമന് ഭയങ്കര ഇഷ്ടമല്ലേ? മാമന് അപ്പച്ചിയോട് ഭയങ്കര ഇഷ്ടമല്ലേ? ആണല്ലേ? അപ്പൊ മാമനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല, അപ്പച്ചിയാണെങ്കിൽ ഒറ്റയ്ക്കാണ്. നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ? ഈ കൊച്ചിന്റെ ഒരു കാര്യം എന്തോ പറഞ്ഞ ഞാൻ സത്യമല്ലേ പറഞ്ഞത്? അണ്ണാ, പിള്ളേരെന്തോന്നൊക്കെ ഈ പറയണത്? കൊച്ചു വായില് ഒന്നിരുന്ന് പറയണ.
ബാക്കി പറ മാമ. ഇരുട്ടെന്ന് പറഞ്ഞ കുറ്റിരുട്ട്, ഒന്നും കാണാൻ വയ്യ, കൊടുങ്കാട്. ഞങ്ങൾ എന്നിട്ടും നടന്ന് 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 ഒരിടത്തിൽ നിന്ന് വഴി തെറ്റിപ്പോയി. കംപ്ലീറ്റ് വഴിയും തെറ്റിപ്പോയി. കൺഫ്യൂഷനായി എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. അതെ മാമ, നമ്മുടെ ഈ പുലിനട വീട്ടിൽ നിന്നേ എത്ര ദൂരം ഉണ്ടാവും? പുലിനട വീട്ടിൽ നിന്ന് ഒരു ഏകദേശം ഒരു 10-25-30-35 കിലോമീറ്റർ അകലെയാ. ഏകദേശം. അപ്പൊ പിന്നെ എന്റെ കൂടെ ഉള്ളവർക്ക് ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഞാൻ കൂടെ ഉള്ളതാ. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. മാമൻ പവർ ആണല്ലേ, പുലി. അപ്പൊ അങ്ങനെ ഞങ്ങൾ വീണ്ടും നടന്നു. ഞാൻ പറഞ്ഞു എന്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും നടന്ന് 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 പുറത്ത് ചെന്നങ്ങ് നിന്നു. ഈ കുട്ടിക്കാട് നടന്ന വലിയ ജീവനൊന്നും കാണത്തില്ലായിരിക്കും അല്ലേ? കുറ്റിക്കാടോ, കൊടുങ്കാട്, അവിടെ വന്യജീവനല്ലേ, കാട്ടുകുരങ്ങ്, കാട്ടുപാമ്പ്, കാട്ടുകീരി, കാട്ടുകോഴി, കാട്ടുപൂച്ച, എന്തിനാ പുലി വരെ ഉണ്ടെന്നാ പറയുക. ഏത് പുലി വന്നാലും എന്റെ അണ്ണൻ സൂപ്പർ അല്ലേ? അല്ല മാമ ബാക്കി പറ, മൂട് പോണ്. അപ്പൊ പിന്നെന്ന് പറഞ്ഞാല് അപ്പൊ എനിക്കൊരു കൺഫ്യൂഷൻ, ഇടത്തോട്ട് പോണോ വലതോട്ട് പോണോ നേരെ പോണോ എന്നൊരു കൺഫ്യൂഷൻ. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് നേരെ പോയി കഴിഞ്ഞാല് പിന്നെ തിരുവല്ലത്തെത്തും, ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ തമ്പാനൂർ, അല്ല പിന്നെ കാടല്ലേ, കാടി വിറ്റി പോവും. കാടി വിറ്റി പോകുന്നും പറഞ്ഞോണ്ട് ഞാൻ വീണ്ടും ഇടതോട്ട് കടന്നു ഒരു കണക്കൂട്ടില്. അപ്പോഴെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ കാടിന്റെ ഭംഗി ഒന്ന് കാണണ്ട മക്കളെ. മിന്നാമിന്നികള് ഇങ്ങനെ മിന്നി 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 പിന്നെ ഇങ്ങനെ കിടക്കുക. ആകാശത്താണെങ്കിൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ വാരി വെതറിയിരിക്കുക. പിന്നെ മുമ്പോട്ട് നടക്കാൻ പറ്റാതെ അയ്യോ, എന്ത് അവസാനം ഞാൻ പറഞ്ഞു നമുക്കിന്നിവിടെ തമ്പടിക്കാവുന്നു. തമ്പടിക്കാന്ന് പറഞ്ഞാൽ നമ്മള് തമ്പടിക്കുക, നമുക്ക് രാത്രി കഴിയാം. അങ്ങനെ ഞങ്ങള് തമ്പടിച്ചോണ്ടിരിക്കുമ്പോഴ് രാത്രിയില് ഞാൻ നോക്കിയപ്പോ എന്തുവാ, തമ്പിനിടയിൽ കൂടെ നോക്കിയപ്പോഴ് ഇങ്ങനെ ഒരു മിനുക്കം പോലെ കാണുന്നു. ഒരു മിനുക്കം അല്ല, പുലിയുടെ കണ്ണ്, പുലിയുടെ 2 കണ്ണിങ്ങനെ മിന്നുക. പേടിച്ചു പോയാ? ആരെ? പുലി പേടിച്ച്. അയ്യോ അല്ലല്ലോ, അങ്ങനെ ആവാനേ വഴിയുള്ളൂ. ഇനി പോവോ അണ്ണാ? ഇനി പോകും. ഇനി കാട്ടി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോണേ അണ്ണാ. അയ്യോ, കാട്ടി കൂടെ വരാനോ? നീ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പേടിച്ച് ചത്തുപോകും കൊച്ചെ. അണ്ണ ഉണ്ടെങ്കിൽ എനിക്ക് എന്തോന്ന് പേടി? പരസ്പര സ്നേഹമുള്ളത് നല്ലതാ. മൂട് കളയാതെ പറ മാമ ബാബി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം അഥവാ നടന്നാൽ അപ്പച്ചെ കൊണ്ടെങ്കിലും പോയി കളയല്ലേ. എന്തോന്ന് ഓർത്തു? കല്യാണ കാര്യം. ഒന്ന് പോടി, ഈ കൊച്ചിന്റെ ഒരു കാര്യം, ഞാൻ പോണ്. അല്ല, ചിന്നു പോയ സ്ഥിതിക്ക് ഇനി കഥ പറയാനൊരു മൂടില്ല, ഭയങ്കര ക്ഷീണം. ഞാനൊന്ന് പോയി കിടക്കട്ടെ. ക്ഷീണമാണെങ്കിൽ നമുക്ക് വൈകുന്നേരം പറയാം. വൈകുന്നേരം അത് മതി. അയ്യോ, മാമന്റെ കഥ കേൾക്കാൻ നല്ല രസം, നല്ല ത്രില്ലാണ്. പിന്നല്ലേ, സിനിമ കാണുപോലെ. അതെ, പക്ഷെ ത്രില്ലൊക്കെ ശരിയൊക്കെ തന്നെ. നിന്റെ അടുത്ത് കല്യാണ കാര്യം പറയാറീ പറഞ്ഞേ. ഞാനൊരു സത്യം കാര്യം പറഞ്ഞില്ലേ, അതുപോലെ തെറ്റായ കൊച്ചു വായിൽ വലിയ വർത്താനം പറഞ്ഞോണ്ടല്ലോ. നീ എന്ത് ചെയ്യും? ദിവസറേ മണിക്കുട്ടൻ വിളിച്ചിട്ടാണ് ഞാൻ വന്നത്. എന്റെ ചേട്ടൻ മണിക്കുട്ടൻ ചേട്ടൻ നിങ്ങളെ വിളിച്ചത്? ഫോൺ വിളിച്ചായിരുന്നു, എന്നിട്ട് വരാൻ പറഞ്ഞു. മണിക്കുട്ടൻ നിങ്ങളെ ഫോൺ ചെയ്തോ? എന്നെ ഫോൺ വിളിച്ചു, ഇവിടെ ഇല്ലേ?
ചന്ദ്രമണ സാറേ ഇരിക്കണം. ഇരിക്കേ എങ്ങോട്ട് ഇരിക്കേ. അല്ല അയ്യോ മണിക്കുട്ടൻ പിന്നെ വിളിച്ചാ വരാതിരിക്കാൻ പറ്റൂലല്ലേ. അതെ ചിന്നു സാറിനൊരു ചായ എടുക്ക്. മധുരം ഇടൂ. മധുരം ഇടാം. സ്ട്രോങ് ആയിട്ടൊരു ചായ. അളിയാ ഈ ചന്ദ്രൻപിള്ള വിളിക്കാനായിട്ടെ അയാളുടെ നമ്പർ എവിടെ നിന്ന് കിട്ടി? അതിന്റെ ഒരു നമ്പറാളിയ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം പരമാനന്ദ സുഖം. അങ്ങനെ പോകുന്നു. സ്റ്റേഷനും കാര്യങ്ങളുമായിട്ടൊക്കെ അങ്ങനെ പോകുന്നു. പിന്നെ മണിക്കുട്ടൻ എന്നെ ഫോൺ വിളിച്ചു, ഞാൻ എടുത്തു, വരാൻ പറഞ്ഞു, വന്നു. പക്ഷെ കാര്യം മാത്രം പറഞ്ഞില്ല. പറയുമല്ലോ. അല്ല സാറും ഭാര്യയും കൂടെ ഇടക്കിടക്ക് ഇവിടെ ഒരു സന്ദർശനമൊക്കെ നടത്താറുണ്ടെന്ന് ഇവിടെ പറഞ്ഞു. അതൊരു സൗഹൃദ സന്ദർശനം. അയലോക്കമല്ലേ, നമ്മളെന്നും ഇങ്ങനെ വഴക്കുമായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അല്ല ഞാൻ വിചാരിച്ച് ഞാനുള്ള ഒരു ദിവസം നിങ്ങളെ രണ്ടുപേരെയും കൂടെ വിളിച്ചിട്ട് ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ഒരു കാപ്പുകൂടിയൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. അത് തറവാടിത്തം. ഒരു തറവാടിക്ക് മറ്റൊരു തറവാടിയെക്കാളും അറിയാൻ പറ്റൂ. പക്കി കയറിപ്പോയി മാമ. എന്റെ മക്കളെ വായിൽ പക്കി ഇറങ്ങി തുപ്പിക്കള വായൊക്കെ പൊള്ളിപ്പോവും. രവി സാർ ഇരിക്കണം. വേണ്ട ഞാനിവിടെ നിന്നുള്ളത്. നിങ്ങൾ സംസാരിക്കുക, നമ്മളിവിടെ ഉള്ളതല്ലേ, എപ്പോഴും കാണാലോ, സംസാരിക്കാലോ. ചായ. ഇത് അനിയത്തിയാണല്ലേ? അല്ല പെങ്ങളാ. പെങ്ങള്. ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. എന്നാ കണ്ടിട്ടില്ലേ എന്ന് ചോദിച്ചാൽ വീട്ടിൽ ഞാൻ നിൽക്കുമ്പം ഇവിടെ വന്നിട്ട് പോണേക്ക് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ചില്ല അല്ലേ? അതിനുള്ള പ്രായമായില്ലല്ലോ. എന്നുവെച്ചാ പ്രായമായില്ല. അയ്യോ കണ്ടാ പറയൂലേട്ടാ. എന്ത് പറയൂല? അല്ല അതിനുള്ള പ്രായം ആയില്ലെന്ന്. ചേട്ടന്റെ കല്യാണം കഴിഞ്ഞ? പിന്നെ എന്റെ ഭാര്യയുടെ മിനി. ഞങ്ങൾ ഇവിടെ വരികയൊക്കെ ചെയ്യുമല്ലേ. അത് ഭാര്യയായിരുന്ന? ഞാൻ വിചാരിച്ച മോളാണെന്ന്. പക്കികളെ കൊണ്ടൊക്കെ തോറ്റ്. ചിന്നു സാറ് ചായ കുടിക്കരുത്. ചൂടാ. തണുത്തിട്ട് കുടിക്കാം. അല്ല കാര്യം പറഞ്ഞെങ്കിൽ ചായയൊക്കെ കുടിച്ചിട്ട് പോവായിരുന്നു. പറയാം. അത് നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ടതല്ല. നമുക്ക് സ്വസ്ഥമായിട്ട് വെളിയിലിരുന്ന് സംസാരിക്കാം. എന്താ പറയുക? ശരി. ഇത്തിരി കാറ്റ് മണിക്കുട്ടനുമായിട്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് സംസാരിക്കാം. ഇപ്പൊ ഞങ്ങള് കമ്പനിയല്ലേ? നിന്റെ ചേട്ടൻ മാറിയ? മാറും. ഉടനെ മാറും. അയ്യോ ഇത് പറയാ. ഇപ്പൊ നമ്മള് പുറത്തുനിന്ന് എന്ത് സംസാരിക്കാൻ? പ്രത്യേകിച്ച് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. മണിക്കുട്ട ഇത്രയും സ്നേഹത്തില് നമ്മൾ സംസാരിക്കുമെന്ന് വിചാരിച്ചതല്ല. അല്ലാതെ അന്നത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞു. അതാണ് മനുഷ്യരാകുമ്പോ അങ്ങനെ വേണമല്ലേ. സത്യം പറഞ്ഞാലേ ഈ പുളിഞ്ചിയുടെ ചോട്ടി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ. അത് മണിക്കുട്ട, ഈ പുളിഞ്ചി എന്ന് പറഞ്ഞാൽ ഒരുപാട് തരമുണ്ട്. ആനപ്പുളിഞ്ചി, ചെറിയ പുളിഞ്ചി. ഇതൊക്കെ ഈ മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്ക് പുളിഞ്ചിക്ക് ഭയങ്കര എന്നാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം എന്ന് പറഞ്ഞാൽ ഓണത്തിന് മിനിയുടെ വീട്ടിൽ പോയി. അവിടെ അളിയന്റെ ഒരു കൂട്ടുകാരൻ വന്ന് കുറച്ചൊക്കെ ഒന്ന് കൂടി. അതൊക്കെ ഓണം അങ്ങനെയായിരുന്നു. പിന്നെ എന്റെ സഹോദരിയുടെ മോളെ കല്യാണം ഈ വരണ ആഴ്ചയാണ്, അടുത്ത ആഴ്ച. അപ്പൊ മണിക്കുട്ടൻ കൃത്യമായിട്ടുണ്ടാവണം. അയലോക്കക്കാരൻ എന്ന നിലയിൽ മുമ്പ് നിന്ന് എല്ലാ കാര്യവും ചെയ്യണം. അതൊരു സന്തോഷമുണ്ട്. അതൊക്കെ പോട്ടെ. പുള്ളിയുടെ മൂട്ടിലാകുമ്പോ വരുമ്പൊക്കെ വന്നു വീഴുന്നതാണ്. എടാ അലവലാതി ചന്ദ്ര, നീ വീട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ സ്വർണം നാളെ രാവിലെ 11 മണിക്കാവുമ്പോ ഈ വീട്ടിൽ തിരിച്ചെത്തിച്ചോണം. അവര് പറഞ്ഞ വാങ്ങിച്ചത് കൊടുക്കുമോ? നീ ഇല്ലെങ്കില് നീ നിന്റെ പെങ്ങടെ മോടെ കല്യാണത്തിൽ പങ്കെടുക്കത്തില്ല. മണിക്കുട്ട, അത് ഞാൻ കൊടുക്കാം. ഭീഷണിപ്പെടുത്തി പറഞ്ഞ അത് ഞാൻ കൊടുത്തോളാം. അപ്പൊ എപ്പ കൊടുക്കും? അത് പൈസ കിട്ടുമ്പോ എടുത്ത് കൊടുക്കാം. എപ്പ കിട്ടും? പൈസ കിട്ടുമ്പോ കിട്ടും. അങ്ങനെയല്ലേ പറയാൻ പറ്റും. മണിക്കുട്ട കൊടുക്കാല്ലേ? എടാ ചന്ദ്ര, ഇനി ഒരു 15 മിനിറ്റ് കഴിയുമ്പോ നിനക്ക് മൂത്രം പോകും. പക്ഷെ നീ അതറിയത്തില്ല. പിന്നീടുള്ള ഓരോ 15 മിനിറ്റിലും
നിന്റെ മൂത്രം പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതേത് ആശുപത്രി പോയാലും ഇനി മരുന്നില്ല. മരുന്ന് എന്റെ കയ്യിലേ ഉള്ളു. എടാ നീ എന്ന് സ്വർണ്ണപ്പണയം എടുത്ത് ആ സ്വർണം ഈ വീട്ടിൽ ഏൽപ്പിക്കുന്നോ അന്ന് ഞാൻ മറുമരുന്ന് ചെയ്തു തരാം. ഓടാ ഓടാ. അയ്യോ ചന്ദ്ര സാറേ, സ്വർണം കൊണ്ടുവരാം. എന്താ അളിയാ? അത് ചന്ദ്രൻ സാറിനെ ഒന്നിന് പോണോന്ന്. സ്വർണത്തിന്റെ അല്ല, അത് അങ്ങനെ സ്വർണം ഈ വീട്ടിൽ കൊണ്ടുവന്ന് തരുന്നിടം വരെ അങ്ങനെ ഒന്നിന് പൊയ്ക്കൊണ്ടേയിരിക്കും. സ്വർണം എന്ന് കൊണ്ടുവരുന്നോ അന്ന് ചന്ദ്രൻ സാറിന് സുഖം പ്രാപിക്കും. എന്താ അളിയാ ഇത്? തക്കളെ വാഴും നേശമണി ആശാൻ ചൊല്ലിക്കൊടുത്തൊന്നും മറന്നു പോവതല്ലേ. ആശാനേ കാപ്പാത്തുങ്കോ.